രാവിലെ എണീറ്റപ്പോൾ കണ്ണിനകത്ത് എന്താ കുത്തു കിട്ടിയെന്നാണ് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കിയത്. കുത്തൊന്നും കിട്ടിയല്ല. ഇന്നലെ രാത്രി ആ പ്രേതപ്പടം കണ്ട് ഒരു തുള്ളി കണ്ണടച്ചില്ല. അങ്ങനെ കണ്ട് കണ്ണിൻ്റെ രണ്ട് സൈഡും വീർത്തിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഫാനിൻ്റെ അടിയിൽ കിടന്നതുകൊണ്ട് ഒടുക്കലത്തെ തുമ്മലും തുമ്മി ഒരു വഴിയായി. 2 സിട്രസിന് ഒന്നിച്ച് കഴിച്ചിട്ടാണ് ഞാനാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വെള്ളിലോട്ടൊന്നും പോകല്ല, നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് അറിയത്തില്ല, കണ്ണാടി കണ്ട വെറുതെ വിടത്തില്ല. പണ്ടേ അങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും പോകാൻ റെഡിയായിട്ടും കുക്കും എണീറ്റില്ല. പിന്നെ അവനെ ചവിട്ടി കൂട്ടി നേരെ ബാത്റൂമിലോട്ട് വിട്ടിട്ട് ഞങ്ങളെല്ലാം ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. ഇവിടെ വലിയ ചൂട് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ വലിയ നമ്മുടെ നാട്ടിലെ പോലെ വലിയ കാര്യമായിട്ടുള്ള ചൂടും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെടുത്ത റൂം ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ബെഡ് കിട്ടിയെന്ന്, അതിലാണ് ഈ നന്ദു കിടക്കുന്നത്. നന്ദുവിനെ ഞാനാണെങ്കിൽ റെഡിയാക്കി വെച്ച്. അപ്പോഴാണ് കുഞ്ചിയുടെ തലമുടിയെല്ലാം കെട്ടിക്കൊടുത്ത് അവളുടെ കാതിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാത് ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് കാതിൽ കിടന്ന പഴയ കമ്മൽ ഊരി മാറ്റിയിട്ട് വേറൊരു കമ്മൽ ഞാൻ ഇട്ടും കൊടുത്ത്. എന്നിട്ട് കുക്കു അപ്പോഴത്തേക്ക് എത്തി. ഞങ്ങളെല്ലാവരും കൂടെ എന്നാൽ കഴിക്കാൻ പോകാമെന്ന് ഓർത്ത് ഇവിടുന്ന് നമ്മൾ കുറച്ച് നടന്നപ്പം അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചു, അക്ക എங்கே സാപ്പാട് കിടക്കുമാ? അപ്പോൾ അക്ക പറഞ്ഞു ഇവിടെ അടുത്ത് കിട്ടും. അങ്ങനെ ഞങ്ങൾ അടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഈ കുട്ടികളെയൊക്കെ ആയിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാതിരുന്നാൽ ഭയങ്കര പാടല്ലേ, ഇവരൊക്കെ റോഡിലോട്ട് ഓടിയാലോ. എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്പോട്ട് കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്പോട്ട് ഇതാണ്. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, പക്ഷേ ഇരിക്കാനൊരു സൗകര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് എല്ലാം നമ്മൾ അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ദൂരമെല്ലാം നടന്നാണ് പോയത്. അങ്ങനെ ഈ കോലം കിടക്കുന്നിടത്തോട്ട് കയറിയ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു വീട്ടിലോട്ട് കയറുന്നതല്ലേ. പക്ഷെ വീടല്ല മക്കളെ, ഇതാണ് ഹോട്ടൽ. പക്ഷെ നല്ല വൃത്തിയാണ്. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല മഞ്ഞളിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ മണം ഉണ്ടായിരുന്നേ. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ മലയാളീസാണ് ഇരിക്കുന്നവരല്ല എന്നവർ കാര്യം പറച്ചിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വലുതായിട്ടും ഈ അമ്പലം അടുത്തായതുകൊണ്ട് എല്ലാ മലയാളീസാണ് കൂടുതലും വരുന്നത്. അങ്ങനെ ഞങ്ങളും കയറിയിരുന്ന് സോനുവിനോട് ഞാൻ ചോദിച്ചാൽ എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ദോശ മതി. നന്ദുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് ഇഡലി മതി എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞതേ ഇല്ല അവിടെ പൂരി ഉണ്ടെന്നുള്ള സത്യം. എന്നിട്ട് എല്ലാവർക്കും വട കൊണ്ടുവച്ചു. എനിക്കും നന്ദുവിനും. സോനുവിന് എന്തായാലും ദോശ ആയതുകൊണ്ട് വട വെച്ചില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഇഡലിയാണ് മേടിച്ചത്. എനിക്ക് ഇവിടുത്തെ ഇഡലി ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ഇവിടുത്തെ സാമ്പാറിനും ചമ്മന്തിയുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞല്ലോ. നന്ദുവിന് ഒരു ഇഡലി വെച്ചു. നന്ദുവിന് പക്ഷേ ഒരു ഇഡലി പോയിട്ട് അവൾ 2 വായല്ലാതെ ബാക്കി ഇഡലി കഴിച്ചതേ ഇല്ല. കാരണം അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പൂരി ഇരിക്കുന്നത് അവൾ കണ്ട്. പിന്നെ അവൾക്ക് പൂരി മതി എന്നുള്ള ഒരു ബഹളത്തിലോട്ട് കടന്നേ. എനിക്കാണെങ്കിൽ 4 ഇഡലി വെച്ച് നല്ല പൂ പോലത്തെ ഇഡലി. അതിൻ്റെ കൂട്ടത്തിൽ 2 തരം ചമ്മന്തി, ഒന്ന് തക്കാളിയും ഒന്ന് തേങ്ങയും ഒന്ന് പിന്നെ നമ്മുടെ സാമ്പാറും വടയും. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കോഫിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഇവിടെ അപ്പുറം ഇരുന്നവരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കോഫി കുടിക്കുന്നത് കണ്ടത്. ഏതായാലും കഴിച്ച് തീരുമ്പോഴത്തേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം ഇരുന്നത്. പിന്നെ നന്ദപ്പൻ പൂരി കണ്ട സ്ഥിതിക്ക് ഞാൻ പൂരി തന്നെ അവൾക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കോഫി പറഞ്ഞ് എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്ന് അടിപൊളി കോഫിയായിരുന്നു. അതെല്ലാം കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് ചെല്ലുവാണ്. ഇനി നമുക്ക് ഇവിടെ അടുത്ത് തഞ്ചാവൂർ പാലസ്, മ്യൂസിയം ഇതെല്ലാം കാണണം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ റെഡി ആകാൻ പോവാണ്. ഞാൻ ഇന്ന് ഈ പച്ച ചുരിദാറാണ് ഇടുന്നത്. ഈ പച്ച ചുരിദാറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാവേ. സോനു ആണെങ്കിൽ റെഡി ആവുകയാണ്. ഇപ്പോഴും കുക്കുമാണ് ലാസ്റ്റ് റെഡി ആവാൻ വേണ്ടി ഇരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഒറ്റ കണ്ണാടി ഉള്ളതുകൊണ്ടും ഞങ്ങൾ 6-7 പേരുള്ളതുകൊണ്ടും വളരെ സ്പീഡിലാണ് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ 10 മണിയായി. നമുക്ക് 12 മണിക്കാണ് ചെക്കൗട്ട് ടൈം. അതിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണം. നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പാലസിലോട്ടുള്ള യാത്രയിലാണ്. ഇപ്പുറത്തെ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ 100 രൂപ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞ് ഈ നട്ടപ്പുറ വെയിലത്ത് നടന്ന് ഉള്ള കരി മൊത്തമായി കരിവാളിച്ചു പോയി. ഈ നട്ടപ്പുറ വെയിലത്ത് മണ്ടത്തരങ്ങളിലെ. അങ്ങനെ ഇപ്പുറത്തെ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോഴും ആ ചേട്ടൻ 100 രൂപയാണ് പറഞ്ഞത്. എന്തെല്ലാം ബുദ്ധിപരമായ നീക്കങ്ങൾ, എല്ലാം എൻ്റെ ബുദ്ധി മാത്രമായിരുന്നേ. അങ്ങനെ ഓട്ടോ കയറി. ഇവിടുത്തെ ഒരു ഓട്ടോയുടെ അടുത്ത പ്രത്യേകത ഈ സൈഡിലും കൂടെ ഇങ്ങനെ ഒരു തടിക്കഷ്ണം അടിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ ഓട്ടോയ്ക്കകത്ത് കാര്യങ്ങളെല്ലാം നടന്നു. അല്ലെങ്കിൽ നമ്മൾ 2 ഓട്ടോ വിളിക്കേണ്ടി വന്നേനെ. ഞങ്ങൾ വിളിക്കത്തില്ല, ആ മടിയിലൊക്കെ ഇരുന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോവേ. അങ്ങനെ ഞാനാണെങ്കിൽ പറഞ്ഞ് എന്തായാലും പാലസിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. പിന്നെ നമ്മളിനി ഇപ്പോഴെങ്ങും ഇവിടെ വരത്തില്ലല്ലോ. നമ്മുടെ 100 രൂപ ഓട്ടോ ആയതുകൊണ്ട് തന്നെ ആ ചേട്ടൻ നമ്മുടെ തഞ്ചാവൂരിലുള്ള എല്ലാ നാട്ടിൽ കൂടാണ് പോയത്. പിന്നെ ഇവിടുത്തെ ഡ്രൈവറിൻ്റെ സ്കില്ല് നമ്മൾ സമ്മതിക്കണം. അവർ കണ്ണടച്ചാന്നോ വണ്ടി ഓടിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ പോയാൽ നമ്മൾ നോക്കിയും കാണാതെയൊക്കെ ക്രോസ് ചെയ്തോണ്ടല്ലോ നമ്മുടെ നെഞ്ചത്തൂടെ റീത്ത് വെക്കുന്ന രീതിയിലുള്ള വണ്ടി ഓടിപ്പാണ് അവർ ഓടിക്കുന്നത്. അവർക്ക് നോട്ടോ മാട്ടോ ഇല്ല, ഹെൽമെറ്റില്ല, ഒരു നിയമങ്ങളും അവർ പാലിക്കുന്നില്ല. ആ രീതിയിൽ വണ്ടി ഓടിപ്പാണ്. ഏത് ഊട് വഴിയിലൂടെയും കയറും. അങ്ങനെ പാലസ്
പാലസിലോട്ടുള്ള ടിക്കറ്റിനാണ് ഒരാൾക്ക് 50 രൂപയാണ് വന്നിരിക്കുന്നത്. പാലസ്, മ്യൂസിയം അങ്ങനെ എല്ലായിടവും നമുക്ക് കാണാം. ഞാനാണെങ്കിൽ അകത്തോട്ട് കയറിയപ്പോൾ ചോദിച്ചു, എന്തേ പാലസ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആദ്യം തോന്നിയത്. കാരണം എന്താണെന്നറിയാമോ, അകത്തോട്ട് കയറിയപ്പോൾ പാലസ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതുക്കി പണിയുവാണോ അതോ മെയിൻ്റെനൻസ് പണിയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ വന്നപ്പോഴും പാലസ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പാലസിൻ്റെ പണി കഴിഞ്ഞില്ല. അങ്ങനെ അകത്തോട്ട് കയറി. ആദ്യമാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഈ തഞ്ചാവൂരിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരു TV പോലെ, നമ്മുടെ TV അല്ല, നമ്മുടെ ഈ നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുന്ന സിനിമ തിയേറ്റർ ഉണ്ടല്ലോ, അതേപടി ഒരു തിയേറ്ററാണ് ഇത്. കണ്ടില്ലേ ഈ ഒരു സ്ക്രീനിൽ തഞ്ചാവൂർ ക്ഷേത്രം, അവിടെ എന്തൊക്കെയുണ്ടെന്നും അവിടുത്തെ രാജാവ് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ടെന്നും അതെല്ലാം സ്ക്രീനിൽ 1 മണിക്കൂർ നമ്മളെ കാണിക്കുക. അത് കഴിഞ്ഞാണ് നമ്മൾ പാലസിലോട്ട് കയറിയത്. ഇതിനകത്താണെങ്കിൽ ആദ്യം കയറുമ്പം വെളിയിലൊക്കെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ വിളിപ്പിക്കും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെ ഭയങ്കര വിലയാണ്, ഒന്നും എടുക്കാൻ പറ്റില്ല, അത്രയും വിലയാണ്. അകത്ത് കയറിയപ്പോൾ കുറേ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഒരു മുഖം ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴും ആ മുഖം അവിടെ ഇരിക്കും. ഈ ഒരു റൗണ്ട് ഒരു 4 മുഖം കണ്ട ഈ ഒരു കാര്യം നല്ലതായിട്ടില്ലേ. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു കല്ലിലാണ് ഇത് കൊത്തി വെച്ചേക്കുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഈ ശില്പത്തിനെ തൊഴുതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞമ്മയും ഒരു ഫോട്ടോ എടുത്ത്. എന്തിയാനാ കുട്ടിക്ക് ആ ശില്പം അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ ചൂടെടുക്കുന്നു, ഞാൻ ഇച്ചിരി വെള്ളം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഇറങ്ങി. പിള്ളേരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇവിടെ വെള്ളവും നാരങ്ങാവെള്ളവും ജ്യൂസും എല്ലാം ഉണ്ട്. എന്തായാലും 2 മിനറൽ വാട്ടറാണ്, ഒരു തണുത്തതും തണുക്കാത്തതും. പക്ഷെ തണുക്കാത്തത് മേടിച്ചുകൊണ്ടും പ്രയോജനമൊന്നുമില്ല, എല്ലാവരും തണുത്തതാണ് ആദ്യമേ കുടിച്ചത്. അത്രമാത്രം ചൂട് ഈ നട്ടുച്ച. എന്നാലും നാട്ടിലെ ചൂടിനെ അപേക്ഷിച്ച് അത്രയും ചൂട് അവിടെ ഇല്ല. അതെന്തായാലും കാര്യമായി കേട്ടോ. എന്തായാലും ഇനി 12 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റൂമിലെത്തണം. 11:50 ആയപ്പോൾ തന്നെ നമുക്ക് റൂമിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നേ, വേഗം വാ, അവിടെ ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയാലല്ലേ അവർക്ക് റൂം ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഗസ്റ്റിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഒരു 12 മണി ആവാറായപ്പോഴത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ഇറങ്ങിയത്. നമ്മളൊരു 12:30 ആയപ്പോഴാണ് നേരെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. ഇവിടെ ഇറങ്ങിയപ്പോൾ ഈ ഒരു ശില്പം കണ്ടില്ലേ, അത് മൊത്തം ഈ ഡയമണ്ട് പോലെ ഭയങ്കര തിളക്കമായിരുന്നു അകത്തോട്ട് കേട്ടോ. ഇതിവിടുത്തെ രാജാവ് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇതെല്ലാം നമ്മുടെ ഈ താജ്മഹലിൻ്റെ ഒരു തിളക്കം ഉണ്ടല്ലോ, ആ ടൈപ്പ് ആ ഒരു മോഡലൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞപ്പോൾ നന്ദപ്പനാണ് ഉരുണ്ട് വീണ്. അവളെ പിന്നെ എടുത്ത് കുറച്ച് നേരം ഉമ്മയൊക്കെ വെച്ച് അവളെ ഒന്ന് കൊണ്ടുപോടി, അവളെ ഒന്ന് ചിരിപ്പിച്ച്. എന്നിട്ട് വെളിയിലോട്ട് വന്നപ്പോൾ തന്നെ അടുത്തോട്ടം വന്ന് ആ അടുത്തോട്ടെ കയറി. എന്തായാലും ഇങ്ങോട്ട് 100 രൂപയ്ക്കാണെങ്കിൽ അങ്ങോട്ട് നമ്മളെ 90 രൂപയ്ക്ക് കൊണ്ടുപോയിട്ട് ലഗേജ് എല്ലാം എടുത്ത് ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ ലഗേജ് ഒന്നും പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഇവിടുന്ന് റൂമിൽ ചെന്നിട്ടാണ് അതെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ. എന്നിട്ട് വേണ്ടേ അവർക്ക് റൂം ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഗസ്റ്റിന് വേണ്ടി കൊടുക്കാൻ. ഈ ഓട്ടോ ചേട്ടൻ പിന്നെ നാടൊന്നും ചുറ്റിക്കാൻ നിന്നില്ല, കുറച്ച് ദൂരത്തിനകത്ത് നമ്മളെ കൊണ്ട് നമ്മുടെ റൂമിലെത്തിച്ചു. മറ്റേ ചേട്ടനാണെങ്കിൽ ലോകം മൊത്തം ചുറ്റിച്ചിട്ടാണ് നമ്മളെ പാലസിൽ കൊണ്ടുവിട്ടത്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നമുക്ക് ചുറ്റാൻ നിൽക്കേണ്ട കാര്യം വന്നിട്ടില്ല. ഈ ഓട്ടോക്കാർ കാരണം നമ്മൾ ലോകം ആ നാട് മൊത്തം ചുറ്റി. അത്ര നല്ല രസമാണ്. നന്ദപ്പനാണെങ്കിൽ കരച്ചിലുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. എന്തായാലും അവൾ ചെറിയൊരു പിണക്കത്തിലായിരുന്നു. ഞാൻ പിന്നെ അവൾക്ക് പാവ മേടിച്ച് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ ചിരിപ്പിച്ച് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവിട്ടേ. ഞാൻ വിചാരിച്ച് ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് കൊണ്ടുവിട്ടിട്ട് ഇനി ബാക്കി വെയിലും കൂടെ കൊണ്ട് നടക്കേണ്ടി വരുമെന്ന്. പക്ഷെ അല്ല, ഇപ്പുറത്ത് കൊണ്ടുവിട്ടുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇപ്പുറത്തോട്ട് തന്നെ കയറാം. എന്തായാലും പോയ പോലെ തന്നെ ഞങ്ങൾ തിരിച്ച് വേഗം എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ കീ എന്തായാലും റിസപ്ഷനിൽ കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. അതും മേടിച്ചുകൊണ്ട് റൂമിലോട്ട് പോകണം. റിസപ്ഷനിൽ കൊടുത്ത് നമ്മൾ പോകുന്ന വഴിക്കെങ്ങാനും നമ്മുടെ കീ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ റൂം തുറക്കും? അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ട് പോയി. അങ്ങനെ റൂമിലോട്ട് പോകാൻ നിന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു വേഗം തന്നെ ഇറങ്ങണേ, കാരണം ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു വേഗം തന്നെ ഇറങ്ങാം. പക്ഷേ വേഗം ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പാക്കിങ് ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഇറങ്ങാൻ. എന്നാലും കഴിവതും നേരത്തെ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് സമയം പറഞ്ഞിട്ട് വേഗം എല്ലാവരും റെഡി ആവാൻ പറഞ്ഞു. അങ്ങനെ റൂമിലോട്ട് ചെല്ലുവാണ്. നന്ദപ്പനാണെങ്കിൽ പോയ വഴിക്ക് കാല് അതുകൊണ്ട് ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു. എന്നാലും ഞാൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ചു കൊടുത്തു. ഇവിടുത്തെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.